വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടിയുമായി ധനവകുപ്പ്. ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയ പെൻഷൻ തുക 18% പിഴപ്പലിശ സഹിതം തിരിച്ചുപിടിക്കാൻ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിട്ടിരിക്കുന്നു. പരിശോധന നടത്തി ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. റിനു സിദ്ധ ചേരുന്നു. റിനു, ഒടുവിൽ പിടിവീണു, പിഴയടക്കം തിരിച്ചൊടുക്കണം. 18% അല്ലേ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, എന്തായാലും ധനകാര്യ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ജയതിലകാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഉത്തരവ് പുറത്ത് ഇറക്കിയിരിക്കുന്നത്. എല്ലാ വകുപ്പ് മേധാവിമാർക്കും ഈ ഉത്തരവിൻ്റെ പകർപ്പ് കൈമാറിയിട്ടുണ്ട്. അതായത് നിലവിൽ ഏകദേശം 1458 പേരാണ് അനധികൃതമായി അനർഹമായി ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായി സർക്കാർ നേരത്തെ തന്നെ പരിശോധനയിൽ കണ്ടെത്തിയത്. ഇവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഇപ്പോൾ നിലവിൽ തീരുമാനം. ഈ കൈപ്പറ്റിയിരിക്കുന്ന തുക 18% പിഴ പലിശ ഒടുക്കി തിരികെ വാങ്ങുവാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ നിലവിൽ എത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ. ഒപ്പം ഇവരുടെ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരുണ്ട്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെയും വകുപ്പ് തല അച്ചടക്ക നടപടി ഉൾപ്പെടെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവർക്ക് ഇനി സർക്കാർ വക യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച ഉത്തരവ് ധനവകുപ്പ് എല്ലാ സർക്കാർ വകുപ്പ് മേധാവികൾക്കും ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. അരുൺകുമാർ. എന്തായാലും സാധാരണക്കാരുടെ പെൻഷനിൽ കൈയിട്ടവർക്കെതിരെ കർശനമായ നടപടിയിലേക്ക് സർക്കാർ പോകുന്നു. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് അങ്ങനെ അനർഹമായി കൈപ്പറ്റിയിട്ടുള്ള മുഴുവൻ തുകയും സർക്കാർ തിരിച്ചുപിടിക്കും എന്നുള്ളത്. കർശനമായ വ്യവസ്ഥകളോടുകൂടി തന്നെ തിരിച്ചുപിടിക്കാൻ പോവുകയാണ് സർക്കാർ. ഇനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.